ശിവ, നീ കരുതും പോലെ ഒന്നുമല്ല. ഞാനൊന്ന് സംസാരിക്കട്ടെ. അഗ്നിക്കാകെ ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു. അവൾ തന്നെ തെറ്റിദ്ധരിക്കുകയാണെന്ന് അഗ്നിക്ക് മനസ്സിലായി. എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ? ശിവ ആകെ തളർന്നുകൊണ്ട് നിലത്തേക്ക് ഇരുന്നു പോയി. ശിവ, പറയുന്നത് കേൾക്ക്. വെറുതെ വാശി കാണിക്കാൻ നിൽക്കേണ്ട. അഗ്നി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നെ തൊടണ്ട, മാറി നിൽക്ക്. ശിവ ദേഷ്യത്തോടെ അഗ്നിയുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് പറഞ്ഞു. ശിവ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. പറയുന്നത് മുഴുവൻ കേൾക്ക്. അഗ്നിക്കെല്ലാം കൂടെ ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു. അതിനാൽ തന്നെ അവന്റെ ഒച്ചയുയർന്നു. ഇനി എന്താ ഞാൻ കേൾക്കേണ്ടത്? ഞാനൊരു മണ്ടി. നിങ്ങൾ എന്നെ സ്നേഹിച്ചിട്ടില്ല. നിങ്ങളുടെ സ്നേഹം സത്യമാണെന്നാ കരുതിയിരുന്നത്. പക്ഷേ നിങ്ങൾ ഒരിക്കലും ആരെയും സ്നേഹിക്കില്ല. ദുഷ്ടനാണ്. ശിവ കരഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അവനെ തന്റെ അടുത്തു നിന്ന് തട്ടി മാറ്റിക്കൊണ്ട് പറഞ്ഞു. അതേടി, ഞാൻ ദുഷ്ടൻ തന്നെയാണ്. ഇനി എന്താ നിനക്ക് അറിയേണ്ടത്? ശിവയുടെ ആ പെരുമാറ്റം എല്ലാം കൂടി അഗ്നിയുടെ ഒച്ചയുയർന്നു. എന്താ ദത്ത ഇതെല്ലാം? വിഷ്ണുവർദ്ധൻ ദേഷ്യത്തോടെ ദത്തനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അച്ഛാ, ദത്തന് എന്താ പറയേണ്ടത് എന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. മഹി പറഞ്ഞതെല്ലാം സത്യമാണോ ദത്ത? വിഷ്ണുവർദ്ധൻ ഗൗരവത്തോടെ ദത്തനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ദത്തൻ അതിന് തലയാട്ടിയതും ദത്തന്റെ കവിളിൽ വിഷ്ണുവർദ്ധന്റെ കൈകൾ പതിഞ്ഞിരുന്നു. മുത്തശ്ശ, അച്ഛ! ആ കാഴ്ച കണ്ടതും അഗ്നിയും സീതയും ഒരുപോലെ വിളിച്ചുപോയി. സീത അറിയാതെ വായ പൊത്തിപ്പോയി. മഹി ഒരു നിമിഷം പകച്ചുപോയി. എല്ലാം നിനക്ക് അറിഞ്ഞിട്ടും മകനെ പറഞ്ഞ് തിരുത്തുന്നതിന് പകരം അവനെ കൂട്ടുനിന്ന് തെറ്റുകൾ ചെയ്യാൻ നീ പ്രേരിപ്പിച്ചില്ലേ? വിഷ്ണുവർദ്ധൻ ദേഷ്യത്തോടെ ദത്തനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. മുത്തശ്ശ, അച്ഛനൊന്നും ചെയ്തിട്ടില്ല. അഗ്നിയൊന്ന് നെട്ടിയെങ്കിലും വേഗത്തിൽ താഴേക്ക് വന്നുകൊണ്ട് മുത്തശ്ശനോടായി പറഞ്ഞു. പിന്നെ നീയും നിന്റെ അച്ഛനും ചെയ്തു കൂട്ടിയതിനൊക്കെ ഞാൻ എന്താ പറയേണ്ടത്? വിഷ്ണുവർദ്ധൻ അഗ്നിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ ചോദിച്ചു. അതിന് മറുപടിയൊന്നും അവൻ പറഞ്ഞില്ല. അച്ഛാ, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ. എന്നെ കാണാൻ അഗ്നി വന്നിരുന്നു. അപ്പോഴും അവന്റെ സംസാരത്തിൽ ഒരിക്കൽ പോലും എന്റെ മകളോടുള്ള സ്നേഹം ഞാൻ കണ്ടില്ല. ഞാനും ഇവളും അവളെ കാണാതായതിൽ പിന്നെ അന്വേഷിക്കാത്ത ഒരിടം പോലുമില്ല. ഒരുപാട് തവണ അതിന് പിന്നാലെ അലഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവനത് അറിഞ്ഞിട്ടും എന്നോട് പറഞ്ഞില്ല. അതെനിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. എന്ത് ദേഷ്യം എന്നോടുണ്ടെങ്കിലും അവന് ചെയ്യാൻ പറ്റുന്നതാണോ ഇത്? മഹി വിഷ്ണുവർദ്ധനെ നോക്കിക്കൊണ്ട് വല്ലായ്മയോടെയും ദേഷ്യത്തോടെയും പറഞ്ഞു. കുറെ നേരമായി നിങ്ങൾ പറയാൻ തുടങ്ങിയിട്ട്. നിങ്ങളുടെ സ്വത്ത് കണ്ടിട്ടാണ് ഞാൻ അവളെ വിവാഹം കഴിച്ചതെന്ന്. അങ്ങനെ തന്നെയാണ്. എന്താ ഇനി മഹാദേവന് ചെയ്യാൻ കഴിയുന്നതെങ്കിൽ അതങ്ങ് ചെയ്യൂ. അഗ്നിക്കോ എല്ലാം പാടെ ഭ്രാന്ത് കയറാൻ തുടങ്ങിയിരുന്നു. എല്ലായിടത്തും താൻ മാത്രമാണ് തെറ്റുകാരനും കുറ്റക്കാരനും എന്ന് അവന് മനസ്സിലായി തുടങ്ങുമ്പോൾ അവൻ അത് ദേഷ്യമായി പ്രകടിപ്പിച്ചു തുടങ്ങിയിരുന്നു. നീ എന്റെ മകളെ ഒരിക്കൽ പോലും സ്നേഹിച്ചിട്ടില്ലെങ്കിൽ അവളെ ഇവിടെ നിർത്തേണ്ട ആവശ്യവും എനിക്കില്ല. അഗ്നിയുടെ ദേഷ്യം കണ്ടതും മഹയും ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു. അത് നിങ്ങൾ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? അഗ്നിയോ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അയാളുടെ നേരെ ചെന്നു. അഗ്നി, മാറി നിൽക്ക്. അതുവരെ ഒന്നും മിണ്ടാതെ നിന്നിരുന്ന ദത്തൻ അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇതിവിടം കൊണ്ടൊന്നും നിൽക്കില്ല എന്ന് ദത്തന് മനസ്സിലായി തുടങ്ങിയിരുന്നു. നമുക്കെല്ലാം പറഞ്ഞ് സംസാരിക്കാം മഹി. ദത്തൻ മഹിയെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞു. മഹി അതിനൊന്നും പറയാതെ മുഖം തിരിച്ചു. വേണ്ട അങ്കിൾ, ഒരിക്കലും എന്നെ സ്നേഹിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെ വെറും സ്വത്തിനു വേണ്ടി എന്നെ സ്നേഹിച്ച ആളുടെ ഒപ്പം കഴിയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ശിവയുടെ മറുപടി കേട്ടതും എല്ലാവരും ഞെട്ടലോടെ അവളെ നോക്കി. അഗ്നിയുടെ മുഖത്ത് ഒരു പകപ്പ് നിറഞ്ഞിരുന്നു. ശിവ ആരെയും നോക്കാതെ മുകളിലേക്ക് കയറിപ്പോയിരുന്നു. അഗ്നിയും മഹിയൊന്ന് ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് മുകളിലേക്ക് നടന്നിരുന്നു. മറ്റുള്ളവർ എന്ത് പറയണമെന്നറിയാതെ അവിടെ ഇരുന്നു. ആർക്കും ഒന്നും സംസാരിക്കാനുണ്ടായിരുന്നില്ല. ദത്തൻ ഓഫീസ് റൂമിലേക്ക് കയറിപ്പോയി. അഗ്നി മുറിയിലേക്ക് ചെല്ലുമ്പോൾ ശിവ ബെഡിൽ കിടക്കുകയായിരുന്നു. ഡോറൊന്ന് ക്ലോസ് ചെയ്തുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. ശിവ, തിരിഞ്ഞു കിടക്കുന്നവളുടെ തോളിൽ മെല്ലെ തട്ടിക്കൊണ്ട് അഗ്നി വിളിച്ചു. പക്ഷേ ശിവയുടെ ഭാഗത്തു നിന്ന് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. ശിവ, അഗ്നി വീണ്ടും അവളെ വിളിച്ചു. എന്താ, ഇനി നിങ്ങളുടെ അടുത്ത നാടകം കൊണ്ട് വന്നതാണോ? ശിവ ദേഷ്യത്തോടെ എഴുന്നേറ്റിരുന്നു കൊണ്ട് ചോദിച്ചു. ഞാൻ പറയുന്നതൊന്ന് കേൾക്കടി. അപ്പോഴത്തെ ദേഷ്യത്തിലും വാശിയിലും ഒക്കെ കൈവിട്ടപ്പോൾ അറിയാതെ പറഞ്ഞു പോയതാണ്. അഗ്നി അവളുടെ കൈകൾ കൂട്ടി പിടിച്ചുകൊണ്ട് പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ സത്യം പറ. ആ പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ അച്ഛനോടുള്ള പ്രതികാരം എന്ന പേരിൽ എന്നെ വിവാഹം കഴിച്ചത്? അതോ പ്രോപ്പർട്ടി മനസ്സിൽ വെച്ചിട്ട് തന്നെയായിരുന്നോ നിങ്ങൾ എന്നോട് സ്നേഹത്തോടെ പെരുമാറിയിരുന്നത്? ശിവ അവന്റെ കണ്ണുകളിലേക്ക് ഉറ്റു നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ ചോദിച്ചു. അഗ്നി മറുപടിയൊന്നും പറയാതെ അവളിൽ നിന്ന് മുഖം തിരിച്ചു. തന്റെ സ്നേഹത്തിൽ അവൾക്ക് വിശ്വാസമില്ല. അഗ്നിയുടെ ചുണ്ടിൽ ഒരു പുച്ഛച്ചിരി വിടർന്നു.
ഉത്തരയില്ല അല്ലേ? ഞാനൊരു മണ്ടി. നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥതയാണെന്ന് ഞാൻ കരുതി. അല്ലെങ്കിലും ശിവനന്ദയെ കബളിപ്പിക്കാൻ നിങ്ങൾക്ക് നന്നായി അറിയാം. ശിവ അവന്റെ കൈകൾ തന്നിൽ നിന്ന് വേർപെടുത്തിക്കൊണ്ട് നിസ്സഹായതയോടെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റു. എന്റെ സ്നേഹത്തിൽ നിനക്ക് വിശ്വാസമില്ലെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അഗ്നിയു അവളെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു. ശിവ അവനെ നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. ഞാൻ അച്ഛനോടൊപ്പം പോവുകയാണ്. ശിവ അവനെ നോക്കാതെ പതിയെ പറഞ്ഞു. അതിനുവേണ്ടി തന്നെയായിരിക്കും നിന്റെ തന്ത ഈ നാടകമെല്ലാം കളിച്ചത്. അവളുടെ പറച്ചിൽ കേട്ടതും അഗ്നി ദേഷ്യത്തോടെ പറഞ്ഞു. വെറുതെ എന്റെ അച്ഛനെ പറയാൻ നിൽക്കണ്ട. നിങ്ങളുടെ സ്വഭാവം തന്നെയല്ലേ എന്റെ അച്ഛൻ പറഞ്ഞത്. അതിനിപ്പോ എന്താ? ശിവ അവന് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു. നിന്റെ തന്ത എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ നിന്നിട്ടല്ലേ? അഗ്നിയെ വിട്ടുകൊടുക്കാതെ തന്നെ പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ എൻ്റെ അച്ഛൻ്റെ ഒപ്പം പോവുകയാണ്. ശിവ അവൻ പറഞ്ഞതിൽ ശ്രദ്ധിക്കാതെ അലമാരയിൽ നിന്ന് തൻ്റെ ബാഗ് എടുത്തുകൊണ്ട് അതിലേക്ക് ഡ്രസ്സ് പാക്ക് ചെയ്യാൻ തുടങ്ങി. നീ എവിടെയും പോകില്ല, അഗ്നി ഒരു ഉറപ്പോടെ പറഞ്ഞിട്ട് അവളുടെ ബാഗ് വലിച്ചെറിഞ്ഞിരുന്നു. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ശിവ അവന്റെ പ്രവൃത്തി ഇഷ്ടപ്പെടാതെ ദേഷ്യത്തോടെ ചോദിച്ചു. ഈ കാര്യത്തിൽ ഞാൻ തീരുമാനിച്ചാൽ മതി. നമ്മുടെ രണ്ടുപേരുടെയും ദേഷ്യം ഒന്ന് കുറയുമ്പോൾ സംസാരിക്കാം. ഇപ്പൊ എടുത്തു ചാടി ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. അഗ്നി അവളെ നോക്കി ഗൗരവത്തോടെ തന്നെ പറഞ്ഞു. എനിക്കിനി നിങ്ങളുടെ അടുത്ത നുണക്കഥ കേട്ട് അതിൽ മയങ്ങിയിരിക്കേണ്ട ആവശ്യമില്ല. ശിവയും ദേഷ്യത്തോടെ വിട്ടുകൊടുക്കാതെ തന്നെ പറഞ്ഞു. എങ്കിൽ നീ പോകുകയുമില്ല. അഗ്നി അവളെ നോക്കി ഒരു വെല്ലുവിളിയോടെ പറഞ്ഞു. അത് നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ മതിയോ? ഞാൻ ഇന്ന് അവരുടെ ഒപ്പം പോകുക തന്നെ ചെയ്യും. ഇത്രയൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ മുഖത്ത് വല്ല കുറ്റബോധം ഉണ്ടോ? ഇപ്പോഴും നിങ്ങളുടെ വാശിയും ദേഷ്യവും വിജയിക്കണം എന്ന് മാത്രമേ നിങ്ങൾ കരുതുന്നുള്ളൂ. ശിവ തന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കാതെ തനിക്ക് മുമ്പിൽ നിൽക്കുന്ന അഗ്നിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ചില കാര്യത്തിൽ എനിക്ക് നിർബന്ധമുണ്ട് എന്റെ വാശിയും ദേഷ്യവും ജയിക്കണമെന്ന്. അതുപോലെ ഒന്ന് തന്നെയാണ് ഇന്ന് നീ ഇവിടെ നിൽക്കണമെന്നുള്ള വാശിയും. താൻ എന്ത് പറഞ്ഞാലും അവളിപ്പോൾ തെറ്റിദ്ധരിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്നറിയാവുന്നത് കൊണ്ട് തന്നെ അഗ്നിയു ഗൗരവത്തോടെ തന്നെ പറഞ്ഞു. അവന്റെ ആ സംസാരം കൂടി ശിവയിൽ അവനോടുള്ള ദേഷ്യം കൂട്ടുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങളൊരു ദുഷ്ടനാണ്, പരമദുഷ്ടൻ. നിങ്ങളെ ഓർത്ത് കരയുന്ന നിങ്ങളുടെ അമ്മയെ നിങ്ങൾ ഇത്രയും വർഷമായി കണ്ടിട്ടില്ല. കണ്ടിട്ടുണ്ടെങ്കിലും കാണാത്തതുപോലെ നിങ്ങൾ മുഖം തിരിക്കുകയാണ്. അവർ എത്ര നിങ്ങളുടെ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? എന്ത്? നിങ്ങൾ അതൊന്നും കാണാൻ ശ്രമിക്കുന്നില്ല. എൻ്റെ ദേഷ്യം, എൻ്റെ വാശി വിജയിക്കണമെന്നുള്ള അഹങ്കാരം മാത്രമേ ഉള്ളൂ. അതിനപ്പുറം മറുപുറത്ത് നിൽക്കുന്നവരുടെ മനസ്സൊന്നറിയാൻ നിങ്ങൾ ശ്രമിക്കുന്നുമില്ല. ഇപ്പോഴും നിങ്ങൾ എന്നോട് അത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല. പകരം എന്നെ നിങ്ങളുടെ ഒപ്പം തന്നെ പിടിച്ചു നിർത്താനുള്ള വാശിയാണ് മുമ്പിട്ട് നിൽക്കുന്നത്. ശിവ അവനെ നോക്കി ദേഷ്യത്തോടെയും വെറുപ്പോടെയും പറഞ്ഞു. അവളുടെ ആ വാക്കുകൾ കേട്ടതും അഗ്നി അവളിൽ നിന്നുള്ള പിടി വിട്ടിരുന്നു. വെറുതെ വാശി പിടിക്കാൻ നിൽക്കേണ്ട ശിവ. നിന്നെ ഞാൻ അയാളുടെ ഒപ്പം വിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി നീ എന്തൊക്കെ പറഞ്ഞാലും ശരി. അഗ്നി അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞ് ബാൽക്കണിയിലേക്ക് നടന്നിരുന്നു. ശിവ അതൊന്ന് നോക്കിക്കൊണ്ട് ബെഡിലേക്ക് ഒരു തളർച്ചയോടെ ഇരുന്നു. എല്ലാം കൊണ്ടും അവൾ ആകെ തളർന്നു പോയിരുന്നു. അഗ്നിയുടെ സ്നേഹം സത്യമായിരുന്നെന്ന് അവൾക്കറിയാം. പക്ഷെ ഇത്രയൊക്കെ അവന്റെ മനസ്സിലുണ്ടായിരുന്നു എന്നുള്ളത് അവൾക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ എന്തോ ആലോചിച്ചതുപോലെ അവൻ വലിച്ചെറിഞ്ഞ ബാഗ് എടുത്തുകൊണ്ട് അതിലേക്ക് ഡ്രസ്സുകൾ അടുക്കി വെക്കാൻ തുടങ്ങി. ഇപ്പൊ താൻ അവന്റെ കൂടെ നിന്ന് ഇനിയും പ്രശ്നങ്ങൾ രൂക്ഷമാകുക തന്നെ ചെയ്യും. അതിനാൽ കുറച്ചു ദിവസം ഇവിടെ നിന്ന് മാറി നിൽക്കാം എന്ന് തന്നെ അവൾ കരുതി. ശിവ സീത മുറിയുടെ വാതിൽക്കൽ വന്നു നിന്നുകൊണ്ട് അവളെ വിളിച്ചു. പോകാൻ തീരുമാനിച്ചോ നീ? ബാഗെല്ലാം പാക്ക് ചെയ്തു വെച്ചത് കണ്ടതും സീത വേദനയോടെ ചോദിച്ചു. അമ്മയുടെ മോൻ ചെയ്തതിനെല്ലാം എനിക്കു തിരിച്ച് എന്തെങ്കിലും ചെയ്യണ്ടേ? അതിനാൽ ഞാനും എൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. ശിവ അവരുടെ മുഖത്തുള്ള ദുഃഖം കണ്ടതും പറഞ്ഞു. അവൻ ചെയ്തതെല്ലാം തെറ്റ് തന്നെയായിരിക്കും. ഞാനത് ന്യായീകരിക്കുന്നില്ല. പക്ഷേ മോളെ അവൻ സ്നേഹിച്ചത് ആത്മാർത്ഥമായി തന്നെയായിരുന്നു. അതിൽ എന്നിലേറെ നിനക്കറിയാം എന്ന് ഞാൻ കരുതുന്നു. പെട്ടെന്നെല്ലാം ഉപേക്ഷിച്ചു പോകേണ്ട. രണ്ടുപേരും ഒന്ന് സംസാരിച്ച് തീരുമാനമെടുക്കൂ. അമ്മയ്ക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ തന്നെയാണ്. മക്കളുടെ ജീവിതം എന്നും സന്തോഷമായിട്ടിരിക്കാൻ മാത്രമേ അമ്മമാർ ആഗ്രഹിക്കാറുള്ളൂ. ദേഷ്യവും വാശിയും ഒക്കെ കാണും ഇപ്പോൾ. അതെല്ലാം മാറുമ്പോൾ വിവേകത്തോടെ ചിന്തിക്കണം. സീത അവളുടെ കൈ മുറുകെ പിടിച്ചുകൊണ്ട് ശിവയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എല്ലാം പെട്ടെന്ന് പുറത്തു കൊടുക്കാൻ എനിക്കും കഴിയില്ല. എൻ്റെ ജീവിതത്തിൽ നടന്നത് മുഴുവൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആള് മാത്രം എന്തിനാ ഇങ്ങനെ ഒളിപ്പിക്കേണ്ട ആവശ്യം? ചെറിയ ശിക്ഷയൊക്കെ കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അല്ലെങ്കിൽ എന്നും ഈ ദേഷ്യവും വാശിയും കൊണ്ട് നടക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. എല്ലാം തനിക്ക് സ്വന്തമാകണമെന്നുള്ള അഹങ്കാരമാണ്. ഇപ്പോൾ തന്നെ അച്ഛൻ്റെ അടുത്ത് എന്ത് ദേഷ്യമായിട്ടാണ് സംസാരിച്ചത്?
ശിവ തനിക്കടുത്തിരിക്കുന്ന അമ്മയോടായി പറഞ്ഞു. തുടരും. സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.